ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡെമോ വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യുന്നത്. ഈ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ ക്യാഷ് അടയ്ക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓഗസ്റ്റ് 1 മുതൽ ക്ലാസ് തുടങ്ങുന്നതാണ്. അതുപോലെ ഈ വരുന്ന 28-ാം തീയതി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ക്ലോസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കാം. ഫുഡ് ബോർൺ ഡിസീസ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മൊഡ്യൂൾ 6-ലെ മൈക്രോബയോളജിക്കൽ, ബയോടെക്നോളജിക്കൽ ആൻഡ് മെഡിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫുഡ് ബോർൺ ഡിസീസ്. അപ്പോൾ എന്താണ് ഫുഡ് ബോർൺ ഡിസീസ്? അതായത് കണ്ടാമിനേറ്റഡ് ഫുഡ് കൺസ്യൂം ചെയ്യുന്നത് മൂലം നമുക്ക് വരുന്നതാണ് ഫുഡ് ബോർൺ ഡിസീസസ്. അപ്പോൾ ഫുഡ് എന്ന് പറയുമ്പോൾ വൈറസ്, ഫംജൈ, പാരസൈറ്റ് അല്ലെങ്കിൽ ബാക്ടീരിയ ഇത് മുഖേനയും കണ്ടാമിനേറ്റഡ് ആവാം ഫുഡ്. അത്തരം ഫുഡ് കൺസ്യൂം ചെയ്യുന്നത് മൂലമാണ് നമുക്ക് ഡിസീസസ് ഉണ്ടാവുന്നത്. അതാണ് ഫുഡ് ബോർൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാം. ഫുഡ് ബോർൺ ഡിസീസ് is any diseases resulting from the consumption of contaminated food, pathogenic bacteria, virus or parasites that contaminate food. ഓക്കെ, അതാണ് ഫുഡ് ബോർൺ ഡിസീസ്. ഒരു വൈറസ്, ബാക്ടീരിയ, പാരസൈറ്റ് അതും അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഇത് കൺസ്യൂം ചെയ്യുന്നത് മുഖേന നമുക്കുണ്ടാകുന്ന ഡിസീസാണ് എന്ത് പറയുന്നത്? ഫുഡ് ബോർൺ ഡിസീസ് എന്ന് പറയുന്നത്. ഇത് ഹ്യൂമൻ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ഇൽനെസ് ഡ്യൂ ടു കെമിക്കൽ കണ്ടാമിനൻസ് ആൻഡ് മൈക്രോ ഓർഗാനിസം. കെമിക്കലി പെസ്റ്റിസൈഡ് ഒക്കെ നമുക്കറിയാലോ അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രസൻസ് ഫുഡിലുണ്ടെങ്കിൽ ഫുഡ് കണ്ടാമിനേറ്റഡ് ആവും. അതുപോലെ മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയാസിൻ്റെ പ്രസൻസ്, വൈറസിൻ്റെ പ്രസൻസ് ഇതെല്ലാം തന്നെ നമ്മുടെ ഫുഡിനെ മോശമാക്കുന്ന ഒരു കാരണങ്ങളാണ് അല്ലേ? ഫുഡിൽ പെസ്റ്റിസൈഡ്സ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അസുഖങ്ങൾക്ക് കാരണമാകുന്നു എന്ന് നമുക്കറിയാം. അതേപോലെ മൈക്രോ ഓർഗാനിസം, പഴകിയ ഫുഡൊക്കെ ആകുമ്പോൾ അതിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസ് എന്തായാലും വരും. അതും എന്തിന് കാരണമാവുന്നുണ്ട്? ഫുഡ് ബോർൺ ഡിസീസിന് കാരണമാവുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫുഡ് ബോർൺ ഡിസീസ് മെയിനായിട്ട് 3 നാം പറയുന്നത്. 3 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഏതാണ്? ഫുഡ് ബോർൺ ഇൻഫെക്ഷൻ. സെക്കൻഡ് വൺ ഫുഡ് ബോർൺ ഇൻടോക്സിക്കേഷൻ. തേർഡ് വൺ ടോക്സിക്കോ ഇൻഫെക്ഷൻ. ഏതൊക്കെയാണോ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ ഫുഡ് ബോർൺ ഇൻഫെക്ഷൻ, സെക്കൻഡ് വൺ ഫുഡ് ബോർൺ ഇൻടോക്സിക്കേഷൻ, തേർഡ് വൺ ഫുഡ് ബോർൺ അല്ല ടോക്സിക്കോ ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ഏതാണ്? ഫുഡ് ബോർൺ ഇൻഫെക്ഷൻ. ആ പേര് കേട്ടാലേ അറിയാം അവിടെ പാത്തോജൻസ് ആയിരിക്കും. മൈക്രോ ബാക്ടീരിയയുടെ എൻട്രൻസ് നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടാകുന്നത് മുഖേന അവിടെ നമ്മുടെ ബോഡി ഇൻഫെക്റ്റഡ് ആവുന്നു. ഓക്കെ, അതാണ് ഫുഡ് ബോർൺ ഇൻഫെക്ഷൻ. അതിന്റെ ഫലമായിട്ട് നമുക്കിപ്പോൾ പെട്ടെന്ന് വല്ല ദഹനക്കേടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഉടൻ തന്നെ നമുക്ക് പനിയാണ് ഉണ്ടാവുക. ടെമ്പറേച്ചർ റൈസ് ചെയ്യും, ഫീവർ അല്ലേ, ടൈഫോയിഡ് അതൊക്കെ ഫുഡ് ബോർൺ ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഫീവർ, ടൈഫോയിഡ് ഇത് രണ്ടും ഏതിന് എക്സാമ്പിൾ ആണ്? ഫുഡ് ബോർൺ ഇൻഫെക്ഷൻ. അതായത് ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ എൻട്രൻസ് ഓഫ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ് കോണ്ടാമിനേറ്റിംഗ് ഫുഡ് ഇൻ ടു ദ ബോഡി. പാത്തോജനിക് മൈക്രോ ഓർഗാനിസം മുഖേന കോണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് മുഖേന നമുക്കുണ്ടാകുന്നതാണ് എന്ത്? ഫുഡ് ബോർൺ ഡിസീസ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എക്സാമ്പിൾ പറയാവുന്നത് ഒന്ന് ഫീവർ, സെക്കൻഡ് വൺ ടൈഫോയിഡ്, സെക്കൻഡ് വൺ ഫുഡ് ബോർൺ ഇൻടോക്സിക്കേഷൻ. അപ്പോൾ നമുക്കറിയാം അവിടെ ഒരു ടോക്സിക്കിൻ്റെ പ്രസൻസ് ഉണ്ട്. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ഫുഡ് ബയോളജിക്കൽ ടോക്സിക്കൻസിൻ്റെ പ്രസൻസ് ഉണ്ടാവാം. അതും അല്ലെങ്കിൽ മെറ്റാലിക് പ്രോഡക്ട്സ്. 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? മെറ്റാലിക് പ്രോഡക്ട്സ്, ബയോളജിക്കൽ ടോക്സിക്കൻസ്, ദെൻ പോയിസണസ് സബ്സ്റ്റൻസ്. ഇവയിൽ ഏതെങ്കിലും മുഖേന നമ്മുടെ ഫുഡ് എന്താവുകയാണ്? കണ്ടാമിനേറ്റഡ് ആവുകയാണ്. ആ ഫുഡ് കൺസ്യൂം ചെയ്യുന്നത് മുഖേന ഉണ്ടാകുന്നതാണ് ഫുഡ് ബോർൺ ഇൻടോക്സിക്കേഷൻ. അതിന് എക്സാമ്പിൾ പറയുന്നത്
ബോട്ടുലിസം, വളരെ പ്രധാനപ്പെട്ട ഒരു ഫുഡ് ബോൺ ഡിസീസ് ആണ് ബോട്ടുലിസം. അപ്പോൾ അത് ഏത് ടൈപ്പിലാണ് വരുന്നത്? ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ. അതേപോലെ തന്നെ സ്റ്റഫൈലോകോക്കൽ പോയ്സണിങ്, ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, തേർഡ് വൺ ടോക്സിക്കോ ഇൻഫെക്ഷൻ. ആ പേര് കേട്ടാൽ അറിയാം, ഒരു ടോക്സിനും ഉണ്ട് ഇൻഫെക്ഷനും ഉണ്ട്. അപ്പോൾ ഒന്നുമല്ല, നമ്മുടെ ശരീരത്തിലെ ഒരു ഓർഗാനിസം ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാണ്. എന്തിൻ്റെ ഫലമായിട്ട്? ഇൻഫെക്ഷൻ ഉണ്ടായതുകൊണ്ട്. നമ്മുടെ ബോഡിയിൽ ഇൻജസ്റ്റ് ചെയ്തിട്ടുള്ള ഫുഡ് മുഖേന അതിലെ പോയ്സണസ് കാരണം ഒരു ഓർഗാനിസം ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് ടൈപ്പിൽ വരും? ടോക്സിക്കോ ഇൻഫെക്ഷൻ. അതിന് എക്സാമ്പിൾ ആണ് ബി സീരിയസ് പോയ്സണിങ്. ബി സീരിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ബാസില്ലസ് സീരിയസ് പോയ്സണിങ്. നെക്സ്റ്റ് വൺ ടൈപ്പ് ഓഫ് കണ്ടാമിനൻസ്. 3 ടൈപ്പ് കണ്ടാമിനൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ബയോളജിക്കൽ കണ്ടാമിനൻസ്, സെക്കൻഡ് വൺ കെമിക്കൽ കണ്ടാമിനൻസ്, തേർഡ് വൺ ഫിസിക്കൽ കണ്ടാമിനൻസ്. അപ്പോൾ എന്തായിരിക്കും ബയോളജിക്കൽ കണ്ടാമിനൻസ്? പേര് കേട്ടാൽ അറിയാം, മൈക്രോബിയൽ സ്പീഷീസ് ആയിരിക്കും. വൈറസ്, പാരസൈറ്റ്, ഫംഗൈ, ബാക്ടീരിയ, ഇതെല്ലാം വരുന്നത് ഏതിലാണ്? ബയോളജിക്കൽ കണ്ടാമിനൻസിൽ. സെക്കൻഡ് വൺ കെമിക്കൽ കണ്ടാമിനൻസ്. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, ടോക്സിക് മെറ്റൽസ്, പെസ്റ്റിസൈഡ്സ്, ഇതെല്ലാം കെമിക്കൽ കണ്ടാമിനൻസിന് എക്സാമ്പിൾ ആണ്. തേർഡ് വൺ ഫിസിക്കൽ കണ്ടാമിനൻസ് എന്ന് പറയുമ്പോൾ എനി ഫോറിൻ ഒബ്ജക്റ്റ് എങ്ങനെയെങ്കിലും ആക്സിഡൻ്റലി നമ്മുടെ ഫുഡിൽ പെട്ടുപോകാം. അതായത് ഹെയർ, നമുക്കറിയാം ഹെയർ, സ്റ്റേപ്പിൾ വയർ, ഡസ്റ്റ്, ഇതെല്ലാം ഫുഡിൽ പെടുകയാണെങ്കിൽ അത് ഏത് കണ്ടാമിനൻറ്റിൽ പെടും? ഫിസിക്കൽ കണ്ടാമിനൻറ്റ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിക്കൽ കണ്ടാമിനൻസ് എന്നതാണ്. അപ്പോൾ കുറേ നേരമായി നിങ്ങൾ ബോർഡിൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത്? സാൽമണും ഷിഗയും സ്റ്റെഫിയുടെ കൂടെ ബോട്ടിലിരുന്ന് എക്കോ ഇട്ടപ്പോൾ ബാക്ടീരിയ ലിസ്റ്റിൽ വന്നു. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഫുഡ് ബോൺ ഡിസീസസിനെ തിരിച്ചറിയുവാനുള്ള ഒരു കോഡാണ് ഈ കാണുന്നത്. ഒരിക്കൽ കൂടി പറയാം. സാൽമണും ഷിഗയും സ്റ്റെഫിയുടെ കൂടെ ബോട്ടിലിരുന്ന് എക്കോ ഇട്ടപ്പോൾ ബാക്ടീരിയ ലിസ്റ്റിൽ വന്നു. ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബോട്ടുലിസം, ഈക്കോളൈ ഇൻഫെക്ഷൻ, സാൽമണലോസിസ്, ഷിഗല്ലോസിസ്, ലിസ്റ്റീരിയോസിസ്, സ്റ്റഫൈലോകോക്കൽ ഇൽനസ്. ഫസ്റ്റ് വൺ ബോട്ടുലിസം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ബോട്ടുലിസം. സ്ഥിരമായ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ദെൻ ഏറ്റവും ക്യാപ്സ്യൂൾ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതിന് അനുസരിച്ച് നോട്ടും ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, ബോട്ടുലിസം എന്ന് കേട്ടാൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ ബോട്ടുലിസത്തിന് കാരണമായിട്ടുള്ളത്. അതേത് ടൈപ്പ് ബാക്ടീരിയ ആണ്? അനൈറോബിക് ബാക്ടീരിയ. എന്താണ് അനൈറോബിക് ബാക്ടീരിയ? അതായത് ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെ തന്നെ ഗ്രോ ചെയ്യുന്ന ബാക്ടീരിയനെ വിളിക്കുന്ന പേരാണ് അനൈറോബിക് ബാക്ടീരിയ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എയറോബിക് ബാക്ടീരിയ? ഇറ്റ് ഗ്രോ ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ഉള്ളിടത്ത് മാത്രമേ എയറോബിക് ബാക്ടീരിയ ഉണ്ടാവൂ. വേറൊരു ടൈപ്പ് കൂടിയുണ്ട്, ഫാക്കുൾറ്റേറ്റീവ് ബാക്ടീരിയ. അതാണ് നമ്മളെ മോസ്റ്റ് കേസിലും വരുന്നത് ഫാക്കുൾറ്റേറ്റീവ് ബാക്ടീരിയ. എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉള്ളിടത്തും ഓക്സിജൻ ഇല്ലാത്തിടത്തും അവയ്ക്ക് വളരാൻ സാധിക്കും. ഇൻ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, ദാറ്റ് ഈസ് ഫാക്കുൾറ്റേറ്റീവ് ബാക്ടീരിയ. ഇൻ ദ കേസ് ഓഫ് ബോട്ടുലിസം ഏത് ടൈപ്പാണ് ബാക്ടീരിയ? അനൈറോബിക് ബാക്ടീരിയ. ദെൻ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ന്യൂറോടോക്സിൻ ആണ്. ചിലപ്പോൾ ചോദിക്കാം, ബോട്ടുലിസം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു ന്യൂറോടോക്സിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഏത് ടൈപ്പിൽ വരുന്നു? ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ. പലതവണ ചോദിച്ചിട്ടുണ്ട്. ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻടോക്സിക്കേഷൻ ഏത് ഡിസീസ് ആണെന്ന് ചോദിച്ചിട്ട് താഴെ ഓപ്ഷനിൽ കുറച്ച് ഡിസീസിന്റെ പേര് തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വ്യക്തമായി അറിയണം ബോട്ടുലിനം ഏതിൽ വരുന്നതാണ്? ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ. ഇനി അതിന്റെ സിംറ്റംസ് ഒന്ന് നോക്കാം. ഡിസിനെസ്. എന്താ ഡിസിനെസ് എന്ന് പറഞ്ഞാൽ? ബാലൻസ് പോവുക അല്ലേ? പലരും പറയും തലകറക്കമൊക്കെ വരും ബാലൻസ് നഷ്ടപ്പെട്ട. അതാണ് ഡിസിനെസ്.
double vision, difficulty in breathing and swallowing, cause paralysis. അത് ഈ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഡെത്തിന് വരെ കാരണമായിട്ടുള്ള ഒരു അസുഖമാണ്. പിന്നെ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇംപ്രോപ്പർലി കാൻഡ് ഫുഡ്, വാക്വം പാക്ക്ഡ്, റെഫ്രിജറേറ്റഡ് ബേക്ക്ഡ് ഫുഡ്, ഗാർലിക് ഇൻ ഓയിൽ, ഇതെല്ലാം ഇതിന് കാരണമാവുന്നുണ്ട് നമ്മുടെ ബോട്ടുലിസത്തിന്. ഓർത്തു വെക്കുക, അവിടെയും ക്വസ്റ്റ്യൻ വരാം. കാൻഡ് ഫുഡ് മുഖേന, അതായത് ഇംപ്രോപ്പർലി പാക്ക് ചെയ്തിട്ടുള്ള കാൻഡ് ഫുഡ് മുഖേന ഉണ്ടാകുന്ന അസുഖം ഏത് എന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏതാണ്? ബോട്ടുലിസം. ദെൻ പ്രിവെൻഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക, യൂസ് ഓൺലി കമേഴ്സ്യലി പ്രിപ്പയർഡ് കാൻഡ് ഫുഡ്. അപ്പോൾ ബോട്ടുലിനം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ബാക്ടീരിയ, ഏതായിരുന്നു? ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. Then it is an anaerobic bacteria. Third point, this organism produce neurotoxin. Then which type? Foodborne intoxication. Symptoms ഒന്ന് മനസ്സിലുണ്ടാവുക. പിന്നെ എന്താണ്? സോഴ്സ് ഏതാണ്? ഇംപ്രോപ്പർലി കാൻഡ് ഫുഡാണ്. പ്രിവെൻറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് പാക്ക് ചെയ്ത ഫുഡ് മാത്രം ഉപയോഗിക്കുക. Then next disease, E. coli infection. എന്താണ് E. coli infection? ഇതിൻ്റെ ബാക്ടീരിയയുടെ പേര് എസ്റ്ററീഷ്യ കൊളയാണ്. ഏതാണ്? എസ്റ്ററീഷ്യ കൊളൈ. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷിഗ ടോക്സിൻ ആണ്. ഇറ്റ് പ്രൊഡ്യൂസ് ഷിഗ ടോക്സിൻ, എ പോയ്സണസ് സബ്സ്റ്റൻസ്. ഏത് ടൈപ്പ് ബാക്ടീരിയ ആണ് ഇത്? ഫാക്കൽറ്റേറ്റീവ് അനാറോബിക് ബാക്ടീരിയ. ഫാക്കൽറ്റേറ്റീവ് അനാറോബിക് ബാക്ടീരിയ വിഭാഗത്തിൽ വരുന്നതാണ് ഈ കൊളൈ ഇൻഫെക്ഷൻ. ഏതായിരുന്നു ബാക്ടീരിയ? എസ്റ്ററീഷ്യ കൊളൈ. ഇതിൻ്റെ ടൈപ്പ് ഏതായിരുന്നു? ഫുഡ് ബോണെ ഇൻഫെക്ഷൻ. ഫുഡ് ബോണെ ഇൻഫെക്ഷൻ മുഖേന വരുന്നതാണ് ഈ കൊളൈ ഇൻഫെക്ഷൻ. സിംറ്റംസ്: ബ്ലഡി ഡയറിയ ഫോളോഡ് ബൈ കിഡ്നി ഫെയിലിയർ. സോഴ്സ് അണ്ടർ കുക്ക്ഡ് ഗ്രൗണ്ട് ബീഫ്. എന്താണ് അണ്ടർ കുക്ക്ഡ് ബീഫ്? അതായത് മണ്ണിൽ കുഴിച്ചിട്ട് കനലൊക്കെ ഇട്ട് ഉള്ളിൽ ഇറക്കി വെച്ച് വേവിക്കുന്ന ഒരു രീതിയുണ്ട്. നമുക്കൊക്കെ ഭയങ്കര ഫെമിലിയർ ആണ്, കുഴിമന്തി എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട് അല്ലേ? കുഴിയിൽ ഇറക്കി വെച്ചിട്ട് ഉണ്ടാക്കുക. അത്തരത്തിൽ പാകം ചെയ്തെടുത്ത ഫുഡ്, അതാണ് അണ്ടർ കുക്ക്ഡ് ബീഫ്. അതുപോലെ അൺസാച്ചുറൈസ്ഡ് ആപ്പിൾ ജ്യൂസ്, അണ്ടർ കുക്ക്ഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, റോ മിൽക്ക്, ഡയറി പ്രോഡക്ട്സ്. ഇത്തരം ഫുഡിൽ നിന്നാണ് കൂടുതലായിട്ട് എസ്റ്ററീഷ്യ കൊളൈ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ എസ്റ്ററീഷ്യ കൊളൈ എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊളൈ എന്ന് പറയുന്ന ഇൻഫെക്ഷന് കാരണമായിട്ടുള്ളതാണ്. ദെൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ഷിഗ ടോക്സിൻ, ഒരു പോയ്സണസ് സബ്സ്റ്റൻസ് ആണ്. ഫാക്കൽറ്റേറ്റീവ് അനാറോബിക് ബാക്ടീരിയ, അതായത് ഓക്സിജന്റെ പ്രസൻസിലും ആബ്സെൻസിലും ഇതിന് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ടൈപ്പ് ഓഫ് ഇൽനെസ് നോക്കണം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, അല്ലെങ്കിൽ ഫുഡ് ബോണെ ഇൻഫെക്ഷൻ. ഇതിൻ്റെ സിംറ്റംസ് എന്താണ്? ഡയറിയ, ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അതുപോലെ കിഡ്നി ഫെയിലിയറിനും ഇത് കാരണമാവാറുണ്ട്. അതുപോലെ ഇതിൻ്റെ സോഴ്സ് ഏതൊക്കെയാണ്? അണ്ടർ കുക്ക്ഡ്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യനും വരാം. അണ്ടർ കുക്ക്ഡ് പോൾട്രിയിൽ നിന്നുണ്ടാവുന്ന, ബീഫിൽ നിന്നുണ്ടാവുന്ന എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ കറക്റ്റായി നാം മനസ്സിലാക്കി വെക്കുക ഇത് ഏതാണ് സോഴ്സ് എന്ന്. ഓക്കെ, ലിസ്റ്റീരിയോസിസ്. അടുത്ത ഡിസീസിൻ്റെ പേര് ലിസ്റ്റീരിയോസിസ് എന്നാണ്. ഇതിൻ്റെ ബാക്ടീരിയ എന്ന് പറയുന്നത് ലിസ്റ്റീരിയ മോണോസൈറ്റോജീൻസ്. ഏതാണ്? ലിസ്റ്റീരിയ മോണോസൈറ്റോജീൻസ്. ഓരോ അസുഖവും കാണുമ്പോഴും നമുക്ക് ഏകദേശം അതിൻ്റെ ബാക്ടീരിയ ഓപ്ഷനും കണ്ട് മനസ്സിലാക്കാം അല്ലേ? അപ്പോൾ ലിസ്റ്റീരിയ മോണോസൈറ്റോജീൻസ് ഫാക്കൽറ്റേറ്റീവ് അനാറോബിക് ബാക്ടീരിയ ആണ്. ദെൻ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഹൈ സോൾട്ടിലും അതുപോലെ റെഫ്രിജറേറ്റഡ് കണ്ടീഷനിലെല്ലാം സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ടീരിയ ആണിത്. തണുപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, പെട്ടെന്ന് അത് ഇല്ലാതാവുന്നില്ല എന്ന്. ദെൻ ഇത് ഏത് ടൈപ്പിൽ വരുന്നു? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. സിംറ്റംസ്: ഹെഡേക്ക്, സ്റ്റിഫ് നെക്ക്, കൺഫ്യൂഷൻ, ലോസ് ഓഫ് ബാലൻസ്, ഡേഞ്ചറസ് ഫോർ പ്രഗ്നന്റ് ലേഡീസ്. സോഴ്സ് എന്തൊക്കെയാണ്? റോ മിൽക്ക്. എന്താ റോ മിൽക്ക് എന്ന് പറഞ്ഞാൽ? വേണ്ട പോലെ പാസ്ചറൈസ് ചെയ്യാത്ത, അതായത് പാസ്ചറൈസേഷൻ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? അതിലടങ്ങിയിരിക്കുന്ന ബാക്ടീരിയനെയൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസ്ചറൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് പാസ്ചറൈസ് ചെയ്യാത്ത മിൽക്ക്, അതാണ് റോ മിൽക്ക് എന്ന് പറയുന്നത്.
റോ മിൽക്ക്, മീറ്റ്, അതുപോലെ റെഫ്രിജറേറ്റഡ് റെഡി ടു ഈറ്റ് ഫുഡ്, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് പാകം ചെയ്യുന്നത് വെക്കുന്ന അത്തരം കേസ്, അതുപോലെ സോഫ്റ്റ് ചീസസ്, ഇതിലെല്ലാം ഈ ലിസ്റ്റീരിയയുടെ പ്രസൻസ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞല്ലോ ഫ്രിഡ്ജിലെ ആ ടെമ്പറേച്ചറിൽ പോലും സർവൈവ് ചെയ്യാനുള്ളൊരു കഴിവ് ഈ ലിസ്റ്റീരിയയ്ക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലിസ്റ്റീരിയനെ കുറിച്ച് പഠിക്കുക. ഏതൊക്കെയായിരുന്നു? നമ്മുടെ അസുഖത്തിൻ്റെ പേര് എന്തായിരുന്നു? ലിസ്റ്റീരിയോസിസ്. ബാക്ടീരിയ ഏതായിരുന്നു? ലിസ്റ്റീരിയ മോണോസൈറ്റോജീൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ സാൽമണല്ലോസിസ്. ആ പേരിൽ നിന്ന് മനസ്സിലാക്കാം ബാക്ടീരിയയുടെ പേര് സാൽമണല്ല ബാക്ടീരിയ. വളരെ പ്രധാനപ്പെട്ടതാണ്, എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ഏത് തരമാണ് വരുന്നത് നോക്കാം. ടൈപ്പ് വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫുഡ് ബോൺ ഇൻഫെക്ഷൻ ആണ്. ഇതൊരു ഫാക്കൽറ്റേറ്റീവ് അനേറോബിക് ബാക്ടീരിയ ആണ്. ദെൻ ഇതിൻ്റെ സിംറ്റംസ് സ്റ്റൊമക് ക്രാംസ്. സ്റ്റൊമക് ക്രാം എന്ന് പറഞ്ഞാൽ എന്താ? വയറുവേദന, ഡയറിയ, ഹെഡേക്ക്, നോസിയ, ഫീവർ, വോമിറ്റിംഗ്. ഫുഡ് സോഴ്സ് എന്ന് പറയുന്നത് സോയിൽ, ഇൻസെക്റ്റ്, റോ മീറ്റ്, ഫിഷ്, എഗ്സ്, റോ മിൽക്ക്, റോ സാലഡ് ഡ്രസ്സിംഗ്, സ്ലൈസ്ഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതുപോലെ അണ്ടർ കുക്ക്ഡ് പോൾട്രി ആൻഡ് മീറ്റ്. പ്യൂരിഫൈഡ് വാട്ടർ ഉപയോഗിക്കണം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ പേഴ്സണൽ ഹൈജീൻ വളരെയധികം ശ്രദ്ധിക്കണം. മെയിനായിട്ട് ഫുഡ് എന്താണ്, ഒരു 66 ഡിഗ്രി സെൽഷ്യസിൽ 12 മിനിറ്റ് വെച്ചാൽ ആ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എങ്ങനെയാണ്? ഹോൾഡിംഗ് ഫുഡ് അറ്റ് 66 ഡിഗ്രി സെൽഷ്യസ് ഫോർ 12 മിനിറ്റ് ടു കിൽ ഓർഗാനിസം. ടൈം എടുത്ത് തന്നെ കുക്ക് ചെയ്യുക. നമ്മൾ ഇന്നൊക്കെ പ്രഷർ കുക്കറൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ, ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ വെന്തു, അല്ലെങ്കിൽ 2 വിസിൽ അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ നല്ല വിധത്തിൽ പാകം ചെയ്ത് എടുക്കുന്ന ഫുഡിൽ ഇത്തരം ബാക്ടീരിയാസ് കംപ്ലീറ്റ് ആയിട്ട് പോവും. അല്ലാത്ത കേസിൽ ബാക്ടീരിയാസിൻ്റെ പ്രസൻസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഷിഗല്ലോസിസ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഡിസീസാണ് ഷിഗല്ലോസിസ്. ബാക്ടീരിയയുടെ പേര് ഷിഗല്ല ബാക്ടീരിയ എന്നതാണ്. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എൻ ഫാക്കൽറ്റേറ്റീവ് അനേറോബിക് ബാക്ടീരിയ. ഇറ്റ് കംസ് ഫ്രം ഹ്യൂമൻ ഇൻറ്റസ്റ്റൈൻ, പൊല്യൂട്ടഡ് വാട്ടർ, സ്പ്രെഡ് ബൈ ഫ്ലൈസ് ആൻഡ് ഫുഡ് ഹാൻഡ്ലേഴ്സ്. ഫുഡ് ഹാൻഡ്ലേഴ്സും അതുപോലെ ഫ്ലൈസിൽ നിന്നുമൊക്കെയാണ് കൂടുതലായിട്ട് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാവുന്നതാണ്. അതുപോലെ പൊല്യൂട്ടഡ് വാട്ടർ, അപ്പം നമുക്ക് കുറേയൊക്കെ പ്യൂരിഫൈഡ് വാട്ടർ ഉപയോഗിക്കണം കുക്കിങ്ങിന്. ഫ്ലൈസ് മുഖേന ഉണ്ടാകുന്ന ഒരു അസുഖം കൂടിയാണ് ഈ ഷിഗല്ലോസിസ് എന്ന് പറയുന്നത്. ഇത് ഏത് ടൈപ്പിൽ വരുന്നു? ഫുഡ് ബോൺ ഇൻഫെക്ഷൻ. സിംറ്റംസ് ഡയറിയ, ഫീവർ, അബ്ഡോമിനൽ ക്രാംസ്, ഡീഹൈഡ്രേഷൻ. ഇതൊക്കെയാണ് സിംറ്റംസ്. സോഴ്സ് ഏതൊക്കെയാണ്? ഫുഡ് ആർ പ്രിപ്പയർഡ് ബൈ ഹ്യൂമൻ കോണ്ടാക്ട്, സാലഡ്സ്, റെഡി ടു ഈറ്റ് മീറ്റ്, പാസ്ത, സാലഡ്സ്, ലെറ്റൂസ്. ലെറ്റൂസ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? കേബേജ് പോലെ ലീഫി ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ സാലഡിനാണ് കട്ട് ചെയ്ത് ഉപയോഗിക്കാറ്. അപ്പം ഈ ലെറ്റൂസ് ആണെങ്കിലും, അതായത് പച്ചയ്ക്ക് കഴിക്കുന്ന, കുക്ക് ചെയ്യാതെ കഴിക്കുന്ന വെജിറ്റബിൾസ്, അതിലൊക്കെ ഈ ഷിഗല്ലോസിസ് ഉണ്ടാവും. കാരണം ഇൻസെക്റ്റിൽ നിന്നും ഫ്ലൈസിൽ നിന്നും ഒക്കെയാണ് കൂടുതലായിട്ട് ഈ ഷിഗല്ലോസിസ് ഉണ്ടാവുന്നത്. ഓക്കെ, സ്റ്റഫൈലോകോക്കൽ ഇൽനസ്. ഏതായിരിക്കും ബാക്ടീരിയ? സ്റ്റഫൈലോകോക്കൽ ഓറിയസ്. ഈ പേര് നമ്മൾ മുന്നേ എപ്പോഴേലും കേട്ടോ? നേരത്തെ ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ എന്ന ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ എക്സാമ്പിളായി പറഞ്ഞത് ഏതായിരുന്നു? സ്റ്റഫൈലോകോക്കൽ ഇൽനസ്. അപ്പോൾ ഈ വിഭാഗത്തിനെ നമുക്ക് എന്ത് പറയാം? ഏത് ടൈപ്പാണെന്ന് ചോദിച്ചാൽ ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ. ഇത് ഫാക്കൽറ്റേറ്റീവ് അനാറോബിക് ബാക്ടീരിയ ആണ്. സ്റ്റഫൈലോകോക്കൽ ഓറിയസ് എന്ന് പറയുന്നത് ഫാക്കൽറ്റേറ്റീവ് അനാറോബിക് ബാക്ടീരിയ ആണ്. ഇത് കുക്ക് ചെയ്താലും ഗ്രോ ചെയ്യുന്ന ഒരു പ്രത്യേക തരം ബാക്ടീരിയ ആണ്. കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഉണ്ടാവും. പിന്നെ ഫൗണ്ട് ഇൻ ഹ്യൂമൻ സ്കിൻ, ഹാൻഡ്, ഹെയർ, നോസ് ആൻഡ് ത്രോട്ട്. ഇതിൻ്റെ സിംറ്റംസ് നോസിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ ക്രാംസ്, ഹെഡേക്ക്, അതൊക്കെയാണ്. നെക്സ്റ്റ് ഫുഡ് സോഴ്സ് ഏതാണെന്ന് ചോദിക്കും. ഏതൊക്കെയാണ്? പ്രിപ്പയർഡ് ബൈ ഹ്യൂമൻ കോണ്ടാക്ട്, മീറ്റ്, എഗ്, എഗ് പ്രോഡക്ട്സ്, പൊട്ടാറ്റോ, സാലഡ്, സാലഡ് ഡ്രസ്സിങ്. ഇപ്പം ഏകദേശം സോഴ്സൊക്കെ സിമിലാരിറ്റി ഉണ്ട്. ചില കേസുകൾ മാത്രമേ എക്സെപ്ഷനിലുള്ളൂ. അത് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റഫൈലോകോക്കൽ ഇൽനസിൽ പറഞ്ഞ. ഏതൊക്കെയാണ്? ബാക്ടീരിയ സ്റ്റഫൈലോകോക്കൽ ഓറിയസ്. ഇറ്റ് ഈസ് ഫാക്കൽറ്റേറ്റീവ് അനാറോബിക് ബാക്ടീരിയ. പിന്നെ ടൈപ്പ്
ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ, സിംറ്റംസ് നോക്കുക, സോഴ്സ് നോക്കുക. ഓക്കെ, ക്ലിയർ? ഓക്കെ, പ്രിവെൻഷനെ കുറിച്ച് കൂടുതൽ നോക്കാം. നമുക്ക് എങ്ങനെ ഈ അസുഖങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് വൺ, എൻഷുറിങ് പേഴ്സണൽ ഹൈജീൻ, അതായത് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി ബിഫോർ ആൻഡ് ആഫ്റ്റർ കൺസ്യൂമിങ് ഫുഡ്, കൺട്രോൾ ഓഫ് ഫ്ലൈസ്, യൂസ് പ്യൂരിഫൈഡ് വാട്ടർ, സാനിറ്ററി കണ്ടീഷൻസ്, holding food at 66 degrees Celsius for 20 minutes to kill organism, cooking food for sufficient time and proper storing by cooling, use purified water and sanitary condition. ഇത്രയും കാര്യങ്ങളാണ് പ്രിവെൻഷന് വേണ്ടി നോക്കേണ്ടത്. ഈ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ആൻസേഴ്സ് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ നന്നായി കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. എന്നിട്ടും ആൻസർ കിട്ടിയില്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് നൽകുന്നതായിരിക്കും. ഓരോ വീഡിയോയുടെ കൂടെ ഞാൻ ക്വസ്റ്റ്യൻസ് തരില്ല. ഓരോ ആഴ്ചയിലെ ക്വസ്റ്റ്യൻസ് ആ ആഴ്ചയിൽ തന്നെ ടെസ്റ്റ് പേപ്പറായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സിന് വില്ലിംഗ് ആണെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുക. നിങ്ങളുടെ വാട്സപ്പ് നമ്പർ, പേര്, സ്ഥലത്തിൻ്റെ പേര്, ഇത്രയും കാര്യങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.